വഞ്ചിക്കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാടി നിർത്തിയതെന്താണ് പാടി നിർത്തിയതെന്താണ് വഞ്ചിക്കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാടി നിർത്തിയതെന്താണ് പാടി നിർത്തിയതെന്താണ് തളിരുമരം ചോട്ടിൽ വെച്ച് തുളസി വെറ്റില നുള്ളുമ്പോ തളിരുമരം ചോട്ടിൽ തുളസി വെറ്റില നുള്ളുമ്പോൾ വഴിയിലെന്നെ വിളിച്ചു നിർത്തിയതെന്താണ് വിളിച്ചു നിർത്തിയതെന്താണ് വഞ്ചിക്കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാടി നിർത്തിയതെന്താണ് പാടി നിർത്തിയതെന്താണ് എല്ലാരും ഉണ്ടല്ലോ വിരിഞ്ഞ താമര കണ്ണാലെ ഒളിഞ്ഞു നോക്കി ഒരു പുതിയ കഥ പറഞ്ഞതെന്താണ് എത്ര കാലായി ഇവളെ എന്നെ കണ്ടിട്ട് എല്ലാരും വന്നിട്ടുണ്ട് പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാടി നിർത്തിയതെന്താണ് നമ്മള് തെരഞ്ഞിങ്ങനെ നടക്കുകയാണ് ഖദീജ് പോയതിനു ശേഷം വേറൊരു പെണ്ണിനെ നോക്കി നമ്മളിങ്ങനെ നടക്കുകയാണ് ചൊറുക്കുള്ളൊരു പെണ്ണിനെ കണ്ടാല് നമ്മൾ ഉറപ്പായിട്ട് കിട്ടും ആരാ ഇത് ചൊറുക്കുള്ള ഒരാള് രണ്ടും ഒരേ വായിക്കണ്ട് യൂണിഫോം ഒക്കെ ഇട്ടക്കള്ള നമ്മളെ കണ്ടു നമ്മക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഓക്ക് നമ്മളെ ഇഷ്ടപ്പെടട്ടെ ഏതാ കാലം 2025 അല്ലേ ഇപ്പൊ പഴയ കാലൊന്നുമല്ല അന്നൊക്കെ നമുക്ക് കണ്ടാ ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ അങ്ങനല്ല പെണ്ണുങ്ങൾക്ക് പറ്റൂല ഇപ്പൊ കറുത്തോനും വേണം വെളുത്ത പെണ്ണിനെ എന്നിട്ട് കാക്കച്ചി തേങ്ങാപ്പൂളിയിട്ട് എടുക്കണമായിരിക്കും അങ്ങനെ നടക്കുക അതും ആൾക്കാരുടെ ഇടയിൽ ഒരു പ്രശ്നമാണ് ഇതൊന്നും പറഞ്ഞാൽ പറ്റൂല ധാരാള് പുതിയാപ്പള തടിമണ്ണൊക്കെ ആണെങ്കിൽ പേടിച്ചെന്നെ വേണം ആര പെണ്ണുങ്ങളാ ഓക്കെന്നെ നാണം പറയാനൊരു പേടി ഓളാരും ഇല്ലാത്തോണ്ട് ഞമ്മക്കൊരു പെണ്ണെട്ടാൻ പൂതി പല പൂതി ഉണ്ടാവും അനക്ക് ഒരു പൂതി ഇല്ലല്ലോ അതാണല്ലോ കുഴപ്പം ഓന് വികാരവും ഇല്ല വിചാരവും ഇല്ല ഓനുള്ളവരെ പാടത്ത് ഇങ്ങനെ എന്തെങ്കിലും കുത്തിക്കളിച്ചിങ്ങനെ ഉണ്ടാക്കണം ഇത് നയിച്ചത് എങ്ങനെ ചെലവാക്കാൻ ഒരു ബജ്ജ് വേണ്ടേ കാലം പഴയ കാലൊന്നുമല്ല പഴയ സ്കൂളും അല്ല പഴയ രൂപമല്ല അതൊക്കെ ഒരുപാട് മാറിയിരിക്കണ് ഒരുപാട് മാറിയിരിക്കണു കുഞ്ഞുട്ടിയെ അനക്ക് കല്യാണം ശരിയായ പടച്ച തമ്പുരാനെ അനക്കും കൂടി കല്യാണം ശരിയായ പിന്നെ എന്റെ കാര്യം കട്ടപ്പൊക്കെക്കാരം ഈ സ്കൂളിലുണ്ട് കുറെ പെണ്ണെട്ടാത്ത മാസ്റ്റർമാര് പടച്ച തമ്പുരാനെ ഓല കൂട്ടത്തിലുള്ള ഞാനും പെട്ടത് ഓന്റെ മാനേജറെ ഈ മാസ്റ്റർമാർക്കെങ്കിലും ഒരു പെണ്ണുണ്ടാക്കി കൊടുത്തൂടെ നിങ്ങൾക്ക് അല്ല ഇത് നിങ്ങളെ വല്ലാത്തൊരു കാലം നമ്മളിപ്പോ വരണ വരവാ ഓള് തെറ്റിപ്പോയിന്റെ ശേഷം നമ്മൾ ഒറ്റക്ക ഞമ്മക്ക് എന്തായാലും ഇപ്പൊ ഒരു മധുരപ്പതിനയിലൊരു പെണ്ണ് വേണം നിയമമൊക്കെ മാറിയതിന്റെ ശേഷം ഔട്ട്യാസിന്റെ സുഖം തന്നെ അല്ല നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോഴും ചെറുപ്പാട്ടാ എന്റെ മുടിയൊക്കെ നരച്ചു കണ്ടിയിലേക്ക് എന്താണ് മുടിയൊക്കെ ആകെ നരച്ചു നിങ്ങൾ ഇപ്പോഴും നരച്ചിട്ട് കറുപ്പിച്ചിട്ടുണ്ടാ വയസ്സന്മാരെ കണ്ടാലും തിരിച്ചറിയില്ല അതിപ്പോ ഇപ്പത്തെ കാലത്ത് അതെ ആ ആരെ ഞമ്മള് നിരീക്ഷണത്തിലാ പഠിച്ച തമ്പുരാനെ ഞാൻ ഈ പെണ്ണുങ്ങളെ പഞ്ചായത്തടുത്തൊക്കെ കണ്ടക്കോളൂ വല്ലാത്തൊരു ഇടങ്ങാറാണുള്ളത് ഓ ഊർലീങ്ങൾ ഒരു പരദീസ അതിന്റെ ഇടയിൽ ഒരു അർസക്ക് മാസ്റ്റു
വല്ലാത്തൊരു കഥ. വല്ലാത്തൊരു കാലം. നിങ്ങളൊക്കെ നിർബന്ധം പറഞ്ഞോണ്ടാ ഞാൻ ഈ തിരക്കിനടിയിൽ ഇങ്ങോട്ട് പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പെണ്ണ് നോക്കി ഇങ്ങനെ നടക്കാണ്. ആ പെങ്കട്ടാരണ്ടൊന്ന് ഓ ഇടക്കിടക്ക് കായ് വാങ്ങി പോകുന്നല്ലാതെ ഒരു കാര്യം നടക്കൂല. എന്റെ മാനു പുലിനെ പിടിച്ചാൻ പോയ മാരിക്കാണ്. ഓന്റെ പോക്ക് കണ്ടിട്ട് മൃഗയിലെ മമ്മൂട്ടി പോണ മാരിക്കാ ഓമ്പടെ പുലി ഇറങ്ങിയാണ് പോണ്. കാട്ടുപൂച്ചനെ കണ്ടിട്ട് പുലി അറിഞ്ഞ ആൾക്കാരായില്ല ചെമ്പീട്ടേര്. ഓലൊരു കഥകൾ ആലോചിച്ചോക്കാണ്. ഈ പൂച്ചനെയും പുലിനെയും തിരിച്ചറിയാത്ത പടുപ്പുകള് റബ്ബേ. ഒരുത്തം കണ്ടുവല്ലോ 12 മണിക്ക് പേടിച്ചു ഓ പറഞ്ഞിട്ട്. എങ്ങനെ പേടിച്ചു പുറത്തിറങ്ങിയ റബ്ബേ. അല്ലാ അൽഹംദുലില്ലാ. കാലൊക്കെ ഇപ്പൊ പഴയ കാലല്ലിട്ടും നല്ലോ ശ്രദ്ധിക്കേണ്ട കാല. നമ്മളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാല് അൽബിന്റെ മോനല്ലേ മൈമീന്റെ പേരക്കുട്ടിയല്ലേ എന്നിങ്ങനെ പറഞ്ഞീനു. ഇപ്പത്തെ കുട്ടികളോട് അതൊന്ന് ചോദിച്ചാൻ വെച്ച. ഇവിടെ ഉണ്ടല്ലോ കരാട്ടെ കുൻഫു ബിൻഫു. ഔ വല്ലാത്തൊരു കഥ. അൽഹംദുലില്ലാഹ്. എന്തേ? ആ ഓൻ വരുന്നുണ്ട്. ഓനഞ്ഞേ കായ് പറ്റാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പരിപാടികളാ. ഓനക്ക് കല്യാണം ശരിയാക്കി തരാം. അവിടെ ചൊറുക്കുള്ള കുട്ടികളുണ്ട്, ഇവിടെ ചൊറുക്കുള്ള കുട്ടികളുണ്ട്, മറ്റോടത്തുണ്ട് എന്ന് അറിഞ്ഞാണ്ട് ഓൻ നമ്മളെ പറ്റിച്ചാൻ തുടങ്ങിയിട്ട് കുറേ കാലായി. ഓൻ ഇന്ന് വരെ ഞമ്മക്ക് പറ്റിയതൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഓയ് എവിടെ കഴിച്ച് നടന്ന് നടന്ന് ഓരണ്ടെണ്ണം കെട്ടിയെന്നല്ലാതെ എച്ചൊരു ഇതുവരെ ഒരു പെണ്ണിനെ കിട്ടിയിട്ടില്ല. അതാണ് വല്ലാത്തൊരു കഥ. ഓ ഇക്ക് മക്കെട്ടുണ്ടാക്കാൻ നടന്നാണ് ഓപ്പ രണ്ടെണ്ണം കെട്ടി. എന്താ എനിക്കൊന്ന് തരുന്നുണ്ടാവോ? ഇങ്ങോട്ട് പാട ചക്കായി അവിടുന്ന് അല്ലാന്ന് വല്ലാത്തൊരു പടപ്പന്നുണ്ടോ. ഇജി എവിടെയും നടക്കണ്ട്? കുഞ്ഞിനാജിന്റെ സ്കൂൾക്ക് തന്നെയല്ല ഞാനും പോണ്ട്. എന്നാ അവിടുന്ന് തരാ നമ്മക്ക്. അവിടുന്ന് തരാ ഇങ്ങോട്ട് പോരെ. അവിടെ കല്യാണം കഴിച്ചാത്ത മാസ്റ്റർമാരുണ്ടായിരുന്നു. ഇനി ടീച്ചർമാരുണ്ടാണാവോ? ഏതോ ഒരു ടീച്ചർ ഉണ്ട് പറഞ്ഞിട്ട് റുസ്ന ടീച്ചറോ റുസ്ത ടീച്ചറോ ഏതോ ഒരു ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ടത്. ആരാ? സെൽമ മാഷക്കോ? ഏതാണ്? ഏതാ മാസ്റ്റർ അല്ലേ? സെൽമ മാഷക്ക് നിങ്ങളെ കല്യാണം ഉണ്ടാക്കിയത്? ഓ ഇജെന്താ വല്ല അലാക്കിന്റെ ഹെൽമെറ്റ് മാരിക്കുള്ള തൊപ്പിയൊക്കെ ഇട്ടക്കണു. ആ അല്ല എന്റെ കയ്യിലിപ്പ് അനുസരിച്ച് എനിക്ക് അടി നല്ലോണം വരും. അനക്കെന്നെ പിടിച്ചിട്ടില്ലല്ലോ എന്റെ കയ്യിലിപ്പ്. ഇത് പുതിയത് ഏതെങ്കിലും കിട്ടിക്കണപ്പ എനിക്ക്? ആ 2 മാഷന്മാരെ അത് നടക്കും. അത് ഓലെന്നെ തെരഞ്ഞ് കണ്ടുപിടിച്ചോളൂന്ന്. സലാഹുദ്ദീൻ ഭാഷ അർച്ചക്ക ഭാഷ കല്യാണമൊക്കെ ഓലെന്നെ നടത്തിക്കോളും. നമ്മളെ സ്കൂളിലെ മാഷന്മാരാണ് നോക്കേണ്ട കടമ. എന്നാണ് ഐറ്റങ്ങൾക്ക് പറ്റിയത് കൊടുന്നു കൊടുക്കണം. ഇത്രയും ചൊറുക്കുള്ള 2 മാഷന്മാരെ വേറെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഏത് അങ്ങോട്ട് കോട്ടോ നോക്കാം അങ്ങനെ ചട്ടിക്കജി. ഇപ്പത്തെ കാലം വല്ലാത്ത കാലാണ്. ഈ കുന്ത്രാണ്ടത്തുമ്പലാണ് വല്ലാത്തൊരു കാലം. ഇത് മൂക്ക് അത്ര പോരല്ലടാ. മൂക്കിനൊരു ഭംഗിയൊക്കെ പണ്ടേന്ന്. എന്റെ മൂന്നൊക്കെ ഷാറൂഖ് ഖാന്റെ മൂന്നമായിരിക്കാം. ഞാന് സംഭവം 70 വയസ്സാണെങ്കിലും ഇപ്പോഴും മമ്മൂട്ടിന്റെ മാരിക്കാണ് എനിക്കുള്ളത്. അപ്പൊ അതിന് പറ്റിയൊരു പെണ്ണ് വേണ്ടേ? ഇത് ഇതണ്ട നമ്മൾ ആട്ടി റോഡിന്റെ മാരിക്ക് ചുക്കി ചൊളിഞ്ഞുകൊണ്ട് മോന്തൊക്കെ. ഏത് നന്നാക്കിയാ? എന്നാ ആട്ടി റോഡല്ല തെക്കേക്കൊളമ്പ് റോഡ്. അത് മറ്റേ ആ ഇതിന് വേണ്ടിട്ട് ഒന്ന് നീക്കിക്കാം. ഇത് തരക്കടില്ലട്ടാ. ഇത് വലിയൊരു കുഴപ്പമില്ല. ചെമ്പരത്തി പൂവിന്റെ മരിക്കില്ലേ? മുണ്ടല്ല അവിടുന്ന് ഒരു സാഹിത്യം പറയുമ്പോ അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് സാഹിത്യവും ഇല്ല വിവരവും ഇല്ല. നോക്കട്ടെ.
ഇതിന്റെ ആ ഇടത്തെ ചെവി അല്ല ചെറിയൊരു വളവുണ്ടല്ല. നിങ്ങൾക്ക് എത്തിക്കണ കുട്ടികളെ ഒന്ന് നോക്കാന്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കരി വരി നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ. അല്ല കുട്ടികൾക്ക് പറ്റിയതാണല്ലോ നമ്മൾ എടുക്കേണ്ടത്. കുട്ടികളോടാണ് നമുക്ക് എല്ലാരും വരി. ഇതാണ് കേട്ടാ, തീരെ രസല്ലേ? തിരക്കല്ലേ? ഓ ഇത് നിങ്ങളെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കല്ല പെണ്ണ് നിങ്ങൾക്കാ തോന്നുമല്ലോ. ഇതിൽ ആർക്കൊക്കെ ലൈനുള്ളത്? ഇങ്ങോട്ട് വരി, ഒന്ന് സെലക്ട് ചെയ്ത് തരി. കലന്തനാജിക്ക് ഓന്റെ ഇത് പോയല്ലണ്ട് ഇതിന്റെ ചിത്രം. അല്ലാന്ന് ഓ പെണ്ണു നോക്കാൻ വന്ന കൊടുക്കണം എല്ലാം കൂടി. ഈ കണ്ട കുട്ടികളൊക്കെ കുഞ്ഞാജിക്ക് പിന്നെ കുട്ടികൾ തെരഞ്ഞു നടക്കണ്ട. സാബിരി ടീച്ചർക്കും അതിനല്ലേ നമ്മളൊന്നും കിട്ടണ്ടെന്ന്. ഇതൊന്നും നടക്കൂല, ഇതൊന്നും നടക്കൂല, ഇതൊന്നും നടക്കൂല. സംഭവന്റെ കദീജു തെറ്റിപ്പോയെങ്കിലും ഓക്ക് ബദലായി അതിനെക്കാട്ടിയും ചുരുക്കുള്ളൊന്ന് കിട്ടണം. ഇപ്പത്തെ കാലഘട്ടത്തിനനുസരിച്ച് നിക്കണം. ഞാനൊരു കാര്യം ചെയ്യാണ്, ഒരു റീൽസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ മറ്റേ ആ ബുക്കിലാണ്ട് ഇടാൻ പോവാ ഇൻസ്റ്റാഗ്രാമില്. എവിടെ ആ നാണി? എവിടെ ആ ഇപ്പൊ റീൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ നാണില്ലേ? നമ്മളെ മാനുവിന്റെ അന്തറോ നാണ്. എവിടെ ആ പടപ്പ് ഹലാക്ക് എവിടെ പോയി കിടക്കുന്നത്? ഇങ്ങോട്ട് പാന്നു ഒരു നല്ല മ്യൂസിക് ഇട്ട് കൊടുക്കടാ. ഞാൻ തൽക്കാലേ വരാം, കുറച്ച് കഴിച്ചിട്ട് നിങ്ങളെ റീൽസോ കഴിച്ചിട്ട് നമ്മൾ നെജിമ ടീച്ചർ കല്യാണം മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കൂളിലെ. ഇതൊരു കാര്യം ചെയ്ത് നജിമ ടീച്ചർക്കും സൽമാൻ മാസ്റ്റർക്കും സലാഹുദ്ദീൻ മാസ്റ്റർക്കും പെണ്ണുണ്ടാക്കാനല്ല എനിക്ക് ഞാൻ കാര്യണ്ട്. ഞാനാണ് ഇവിടെ ഒറ്റക്കുന്ന് ഉള്ളത് ഊറ്റിയെടുക്കാനായിട്ട് നടക്കുകയാണ്. ഒരു റീൽസ് എടുക്കടാ, നല്ല ഉസാറായിക്കോട്ടെ, യൂത്ത് ഉണ്ടായിക്കോട്ടെ. എവിടെ ആ ഫാൻ്റെ ഇവിടെ റമ്മേ? ആ ഫാൻ്റെ മതിയാ കിട്ടൂലേ? ഞാൻ മറ്റേ സ്റ്റേഗ്രാമിലാണ് പോസ്റ്റ് ചെയ്താളാ. എൻ്റെ നമ്പർ കൊടുത്താളാ, എൻ്റെ നമ്പർ കൊടുക്കല്ലട്ടാ. അല്ലാത്തൊരു കഥ. എങ്ങനെ മനുഷ്യന്മാരൊക്കെ ദിടുണ്ട് ഇറങ്ങി ആലോചിച്ച് നോക്കാണി. ഇതൊരു ടൈറ്റ് ഫിറ്റ്. തല മാറിക്കണമെന്നോ? ഏതല? ഞാൻ പെട്ടെന്ന് തല അടിയിക്കിട്. അപ്പൊ നിന്റെ തല ഇനി പത്താ കാട്ടുക? കുറച്ചോ തമ്പുരാനെ, ഇപ്പത്തെ കാലത്ത് ഓരോ കാലിസ്രായിന്റെ കഥ. ഇത് ഇടണോലൊക്കെ സമ്മതിച്ചണം. തുണി ഉണ്ട് റബ്ബേ ഇതിന്റെ അടിയിൽ. റഹ്മാനായ തമ്പുരാനെ, എന്തൊക്കെ കോപ്രായിത്തരം കാട്ടണത്. പാസുലോ ഓൻ തിന്നണോടത്തൊക്കെ ഉണ്ടാവും. 2 സെറ്റപ്പ് നിങ്ങൾക്ക് തിന്നാനൊന്നും വേണ്ടി വരുമല്ലോ. ഒന്ന് ഭക്ഷണം ഉണ്ടാക്കി തിന്നല്ലേ പണി. കഥ വല്ലാത്ത കഥയാണ്. ഈ കോലത്തിൽ പോയാൽ എവിടെ എത്തുക? പക്ഷേ തമാശൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മളെ ഉള്ളിൽ വല്ലാത്ത സങ്കടം. നിങ്ങൾക്കറിയാം, ഞാനും ഖദീജും മുഹബത്തില്, ആ മുഹബത്തിൽ ഞങ്ങളെ ദാമ്പത്യം ഇങ്ങനെ ഉഷാറായി പോവുക. അതൊന്നും വലിയ മോശം ഉണ്ടായിട്ടില്ല. അതിനൊരു കുട്ടി ഉണ്ടായിരുന്നു.
അതൊക്കെ നല്ല പഠിക്കുക, മോശമൊന്നുമില്ല. ഇപ്പത്തെ കാലഘട്ടല്ലേ. ഓള് പറഞ്ഞു ഞാൻ ജയിച്ചാല് ഇപ്പ എനിക്ക് എന്ത് സമ്മാനങ്ങൾ തരാ. പല സമ്മാനങ്ങളും നമ്മൾ കൊടുക്കും. പക്ഷെ ഓൾ എന്നോട് ചോദിച്ചത് ആ തൊട്ട് നീക്കണ മൊബൈൽ നല്ലോ പഠിക്കണം. നമുക്ക് നമ്മളെ കുട്ടികളോടാ ഇഷ്ടം. ഞാനും ഒക്കെ ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്തു. അതിന്റെ ശേഷം കോവിഡും വന്നു. അപ്പോൾ ഇടക്കിടക്ക് എന്നോട് പറയും മൊബൈലാണ് ക്ലാസ്, മൊബൈലിലാണ് ക്ലാസ്. ഞാനതാണ്ട് വിശ്വസിച്ചു. കുറെയൊക്കെ ഡൈനിങ് ഹാളിലും ഓളമ്മ ഇരിക്കുന്നിടത്തൊക്കെ നോക്കിയിട്ട് ഓള് മൊബൈൽ നോക്കി. മൊബൈൽ അത്ര മോശമുള്ള കാര്യം തന്നെ. മൊബൈലില്ലേ നമ്മളെ കാര്യം എന്തായിക്കാൻ അവസ്ഥ. പല കുടുംബം നന്നായിട്ടുണ്ട്, പലതും കലങ്ങിയിട്ടുമുണ്ട്. വാട്സപ്പിൽ ഇങ്ങനെ എഴുതി വിടല്ലേ. ഏതായാലും പിന്നെ ഇടക്കിടക്ക് ഓള് ഇങ്ങനെ റൂമിൽ ഒറ്റക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ചോദിക്കുമ്പോ പറയും പഠിക്കാണ് പഠിക്കാണ്. നമ്മളെ കുട്ടികളെ എങ്ങനെയാ വിശ്വസിക്കൂ? സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ? ഞാൻ കൊടുത്തു. എന്റെ പെണ്ണുങ്ങളാണ് ഓക്ക് കുറച്ച് കൊച്ചിച്ചല്ലേ, ഓള് നോക്കൂല. എന്റെ കുട്ടി പിന്നെ അയിമന്ന് തലടക്കാതായി. ലോകത്ത് നടക്കണ ഒന്നും ഓൾ അറിയണില്ല. ഓക്ക് ഗെയിമും ഓളെ മൊബൈലും ഓൾ ആ ലോകത്ത് കണ്ണിന് മാത്രല്ല മനസ്സിനും വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ദേഷ്യപ്പെടുക. മൊബൈൽ വാങ്ങി വെച്ചാൽ ഓള് ഭക്ഷണം കഴിക്കൂല. ഒന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചോറ് കൊടുക്കുമ്പോ ചിലവരൊക്കെ ഇപ്പൊ മൊബൈല് കൊടുത്തിട്ട് ഒരു സമാധാനത്തിന് വേണ്ടി പെരയിലെ പണിയൊക്കെ എടുക്കുന്നുണ്ടാവും. ഇത് അഡിക്റ്റ് ആയാല് ഇനിയും കുറെ തൊപ്പിമാർ ഇവിടെ ഉണ്ടാവും. കുറെ തൊപ്പിമാരുണ്ടാവും. എന്റെ കുട്ടി അഡിക്റ്റായി, മൊബൈലിൽ അഡിക്റ്റായി. ഓക്കിങ്ങനെ മാർക്ക് കുറയാൻ തുടങ്ങി. മാഷുമാര് വിളിച്ചു, 1ാം റാങ്ക് ഉണ്ടായിരുന്ന കുട്ടി ഏറ്റവും അടിയിക്ക് പോയിക്കണു. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഓള് മൊബൈല് ഗെയിമിന്റെ അഡിക്റ്റായി. രക്ഷപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞു, ആ പ്രായം കഴിഞ്ഞു. ഒന്ന് ദേഷ്യപ്പെട്ടതല്ല. അത് കേട്ടിട്ട് പെണ്ണുങ്ങളൊന്ന് ദേഷ്യപ്പെട്ടു. പിന്നെ ഓള് വാതിലടിച്ചു, വിളിച്ചിട്ട് തുറക്കണില്ല. എന്റെ കുട്ടി നമ്മളൊന്ന് ചിന്തിക്കണേ അപ്പുറത്താ. ഒരു മുഴം കയറുമ്പോ എന്റെ കുട്ടി തൂങ്ങി. 14 വയസ്സുള്ള ഓള് ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ട വേണം, നോക്കേണ്ട വേണം. വിചാരം നഷ്ടപ്പെടുന്ന നമ്മളെ കുട്ടികള് എത്ര സ്ഥലത്താ. റിമോട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം അമ്മയുടെ കഴുത്തറുക്കുന്ന കുട്ടികളുടെ ബാല്യം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മള് ഒന്ന് നോക്കണം. അല്ലെ, എല്ലാം വാങ്ങിക്കൊടുക്കുമ്പോ, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോ സ്നേഹം എന്താന്ന് പോലെ അറിയണം, ഇഷ്ടം എന്താന്ന് പോലെ അറിയണം. അപ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ. അതിന് കുറച്ച് മെനക്കെടണം. പണ്ട് ആചാര്യക്ക് ഓർമ്മല്ലേ, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കല്യാണിയും ശാന്തിയും അസനും കുഞ്ഞീനാജിയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് സ്കൂളിൽ പോകുമ്പോൾ അന്നൊരു പാവാട തുണി എടുത്തിട്ട്
കിട്ടണ മൂച്ചിമ്പൊക്കെ എറിഞ്ഞിട്ട് ആ കിട്ടണ മാങ്ങ ഇങ്ങനെ കടിച്ചിട്ട് ആ പാവാട തുണിയിൽ വരുതിയിട്ട് ആ കൊണ്ടെന്ന പാത്തുമ്മൂന് കൊടുക്കുന്ന ഒരു കാലം, പങ്കുവെക്കണ കാലം, സ്നേഹിക്കണ കാലം. എന്നാ അതൊക്കെ പോയി എൻ്റെ സാബിര ടീച്ചറ്. നമ്മൾ അതൊക്കെ തിരിച്ചുകൊണ്ടിരണം. നമ്മളെ സ്കൂളിൽ പങ്കുവെക്കണം. നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടണം. നിങ്ങളാരെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലുണ്ടാ? ഉണ്ടാ? കുട്ടികളും മക്കളും എല്ലാം കൂടി എന്റെ പെണ്ണുങ്ങള് അനക്ക് പൊക്ക ശില്പന്റെ കഥ തന്നെ കാരം. ഏതെങ്കിലും ഒന്ന് ശരിയാക്കിയപ്പോ എനിക്ക് ഏത് തിരിച്ചുകൊണ്ടിരുന്ന അന്നെ തിരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഇവനാണ് സത്യത്തിൽ സുജായി. എങ്ങനാ പെണ്ണുങ്ങളെ തിരിച്ചുകൊണ്ടിരുന്ന കാര്യമല്ല. എനിക്ക് ഞാൻ നല്ലൊരു പെണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞല്ലേ? ആ എന്നാ അതിട്ട നാട്ടുകാര് നല്ലോ. ഞാൻ ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് പോരുമ്പോഴേ ബസ്സിൽ തിരക്ക്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞുതരാം. അന്റെ വിടല് കേക്കച്ചു നേരല്ല. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് പരിപാടി ഉണ്ട്, പല പരിപാടി ഉണ്ട്. ബസ്സിൽ ഇരുന്നപ്പോ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ അതിലൊരു പച്ച ചുരിദാറിന്റെ പെണ്ണ് എന്റെ അടുത്തൊരു കുട്ടിയോട് തന്നു. അപ്പൊ ഞാൻ നീച്ചാ വന്നപ്പോ വേണ്ട അവിടെ ഇരുന്നോടി കുട്ടിനെ പിടിച്ചാ മതിയാ. എന്റെ അടുത്തല്ല തന്നക്കുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു ബന്ധം എനിക്ക് ഉണ്ടാവും ഉറപ്പാണ്. ഓക്ക് തെറ്റൂലാന്ന്. നാരകട്ട വെള്ളം നാരകച്ച് കുടി പോയിട്ടാ മതി ട്ടാ. ഞാൻ ഒറ്റക്ക് ഉണ്ടാവുമ്പോ അതൊക്കെ തന്നെ കിട്ടുള്ളൂ. ഇത് കാച്ചിത്തരാ ഒരു ഏതെങ്കിലും ഒരു പമ്പർന്നോളം എനിക്ക് ഇവിടെ കൊണ്ടുതരാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒന്ന് കൊണ്ടുതന്നാ കഥ ആയില്ലിങ്ങനെ കുട്ടികൾ വീച്ചെന്ന് പറഞ്ഞപ്പോ കുട്ടിനെ ഞാനും എടുത്തു മടിയിൽ വെച്ച് കുറച്ചേരം കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് ഇറങ്ങുന്ന സ്ഥലത്തിയപ്പോ നോക്കുമ്പോ താത്താനെ കാണാനില്ല. ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു എന്ത് ബസ് നിർത്തി ഈ കുട്ടിനെ ഉമ്മാനെ കാണാനില്ല. വല്ലാത്തൊരു കട്ടക്കാർ. പെണ്ണുങ്ങൾ നീച്ചു കൊടുക്കൂല്ലോ. ഒരു കുട്ടിയെ തരുന്ന പെണ്ണുങ്ങൾ നീച്ചു കൊടുക്കോ? ഒരു കുട്ടീനെ വന്നാൽ ഇപ്പത്തെ കാലത്ത് ഒറ്റൊന്നും നീച്ചു. എന്നാലും ഈ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ നല്ലോ നീച്ചു കൊടുക്കും. നല്ല കഥയാണ്. ഓൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആവുമ്പോ അങ്ങനെ തന്നെ. രാമനാട്ടുകാരെ പോലീസുകാരൻ അവിടേക്ക് കണ്ടക്ടർ പറഞ്ഞു ബസ് കൊണ്ട് കയറ്റിട്ട് കുടുങ്ങിയ. ഞാൻ പറഞ്ഞു എന്നാ ബസ് കയറ്റിക്കാളി, എന്റെ കുട്ടിയല്ല. അങ്ങനെ ആളും വാളൊക്കെ ഇറങ്ങി സ്റ്റേഷനിൽ ഇങ്ങനെ എസ്ഐന്റെ വന്നു. കാണുമ്പോ തന്നെ കജ്ജിങ്ങനെ ഇങ്ങനെ വിറക്കുക. കുട്ടീനവിടെ നിർത്തിച്ചു. അപ്പോ ആരോ പറഞ്ഞു ആ താത്ത അവിടെ ഇറങ്ങിയിട്ടുണ്ട് താത്താനെ പിടിച്ചു കൊടുക്കും. ആൾക്കും വാളൊക്കെ കൂടി. താത്ത പറഞ്ഞു എന്റെ കുട്ടിയല്ല. ഞാൻ പറഞ്ഞു എന്റെ കുട്ടിയല്ല. എന്തേച്ചു എസ് ഐ കുട്ടിനെ നിലത്തടെ വെച്ചിട്ട് പറഞ്ഞു കുട്ടി ഇവിടെ നിൽക്കട്ടെ, ആരെടുത്തേക്ക് ആ കുട്ടി പോവാന്ന് പറയുമ്പോ അതാണ് അത് എന്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. കുട്ടിക്ക് എങ്ങനെ തെറ്റുള്ളൂ? നിഷ്കളങ്കമായ മനസ്സല്ലോ. ആ നേരെ നോക്കി ഞാൻ ആ കുട്ടിനെ വെറുതെ അങ്ങനെ കളിപ്പിച്ച് കുറച്ച് നോക്കുമ്പോഴേ കുട്ടി വന്നിട്ട് എന്റെ തുണിന്റെ കാരം അങ്ങനെ പിടിച്ചു. അതോടുകൂടി എസ് ഐ ഒരടിയാ നേരം വെളുത്തു. അപ്പഴാ നേരം വെളുത്ത്. അപ്പൊ നേരം വെളുത്തു നീച്ചു പല്ല് വെച്ച് ഓന്റെ മനസ്സാ ഇത്ര നേരെ ചിന്ന ചുയിപ്പാക്കിയല്ലോ. ഓന്നമ്മ ഇത് ആ കുഞ്ഞുട്ടി ബാസുലൊക്കെയാണ് ഞാൻ സഹിച്ചിരുന്നു. ഓലത്ര അന്തല്ലല്ലോ എനിക്കില്ലേ? വല്ലാത്തൊരു ഇതാണ് വന്നത്. ഇജ്ജ് ഏതെങ്കിലും ഒക്കെ ഒന്ന് ശരിയാക്കപ്പോ എനിക്ക് ഇജ്ജ് ഒന്നുമില്ലെങ്കിലേ ഇജിന്റെ ആ പഴയ കദീസൂന് എനിക്ക് തിരിച്ചെന്നാണ്. ഓൾ ഈ ഉലകത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓളായിട്ട് ജീവിതം മുന്നോട്ടുണ്ടേക്കോളാം. അല്ലേ കുഞ്ഞിനാജി? അതല്ലേ നല്ലത്. ഞമ്മക്ക് എപ്പോഴും നമ്മൾ ആ പഴയ ബന്ധാ നല്ലത്. കുറച്ചൊക്കെ ദേഷ്യപ്പെട്ടാലും കുറച്ചൊക്കെ സങ്കടപ്പെട്ടാലും ഓള് ഞമ്മക്ക് വിളമ്പി തരുന്നേ ആ ഭക്ഷണത്തിന്റെ രുചി, ആ കട്ടൻ ചായന്റെ രുചി എവിടേക്കും വരൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാനി. പണ്ട് നമ്മൾ തിന്നീന ഉപ്പുമാവിന്റെ രുചി ഇന്ന് നമ്മൾ തിന്നണ കുഴിമന്തിക്ക് കിട്ടണില്ല. കാരണം എന്താ? ഞമ്മക്ക് വിശപ്പ് എന്താന്ന് ഇപ്പൊ മനസ്സിലാകണില്ല. അതുകൊണ്ട് തന്നെ ഇച്ചിന്റെ പഴയ കദീസൂനെ മതി. കച്ചേരി മൂച്ച് വെട്ടിപ്പോയി, അല്ലെങ്കിൽ അത് കെട്ടിയാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും എന്നോടുള്ള ആ കുശുമ്പ് മാറിയിട്ടില്ലട്ടാ. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് അച്ഛനുമായി ആൾക്കാരല്ലേ.
നിങ്ങളെ വിചാരം നിങ്ങൾ അജ്ജ് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്നാ. നിങ്ങൾ ബോംബെ പോയി തിരിച്ചെന്നല്ല അതിന് ഉണ്ടാക്കണമെങ്കിൽ അത് സ്വീകരിക്കണമെങ്കിൽ ഈ സ്കൂളിൽ ഇനി കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ളടത്ത് ഒരു സീറ്റും കൂടി ഇട്ട് കൊടുക്കി, എന്നെങ്കിൽ നിങ്ങളെ കലാവ് വീടുള്ളൂ. ഇതൊക്കെ പാത്ത് വെച്ചിട്ട് എന്തിനാ ആചാര്യ? നമ്മളെ ഈ ചെറിയ കുട്ടികൾ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. ഇനി അതിന് പുതിയ പോസ്റ്റിംഗ് വരാൻ കാത്തുക്കങ്ങള്. അല്ലാത്തൊരു കഥ. സാബിര ടീച്ചറാണ് ഇപ്പോഴൊന്നും റിട്ടയർഡ് ആവില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്താളി, ആ സ്കൂളിൽ അതും കൂടിയാണ് ഉണ്ടാക്കി കൊടുത്താളി കേട്ടാ. അല്ലാഞ്ഞാൽ ഈ കുൻഫു അടിച്ചിട്ട കുട്ടികളെ കൊണ്ട് കുൻഫു എന്താക്കി ബ്ലാക്ക് മറ്റേ മഞ്ഞ ബെൽറ്റ് എന്താന്ന് കാണിച്ചു തരും. ആ അല്ലാതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക. എന്റെ കദീസ് ഇവിടെ എങ്ങാനും ഉണ്ടോ റബ്ബേ? കദീസു ആ കായലരികത്തൊന്നിട്ടടാ, ഞാൻ എവിടെങ്കിലും ഓളെ തപ്പട്ടെ. ഓക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഇങ്ങോട്ട് നിക്കി മറ്റവിടെ. ഓ ഓം കൊടുന്നിട്ട് ഏതായാലും ഞമ്മക്ക് ജീവിതത്തിൽ ഒരു പെണ്ണിനെ കിട്ടലുണ്ടാവില്ല. അതുകൊണ്ട് ഞമ്മള് ഇതിലെ വച്ചില്ലേ ഭയമായിരിക്കൊന്നും വെച്ചടാ. വയസ്സ് 10-65 ആയില്ലേ? കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി എവിടെ ഇത്ര കാലായി എന്നെ കണ്ടിട്ട്? സ്കൂളിന്റെ ഒരു വാർഷികം ഉണ്ടാവുമ്പോൾ വരൂ. അതിനൊന്നും എന്നെ കാണൂല. ഇതിന്റെ കദീജൂനെ കണ്ട ഇല്ലേ? കണ്ടിട്ടല്ലേ? ഓള് അന്ന് തെറ്റിപ്പോയതാണ്, പിന്നെ വന്നിട്ടില്ലാന്ന്. ഓള് പക്ഷെ ഞാൻ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓള് വരും. ഇവിടെ ഒന്നും നമ്മളെ പെണ്ണുങ്ങളെ കാണാനില്ല. എന്തായാലും ഓള് വരും, ഉറപ്പായിട്ടും വരും. എന്റെ ഖദീജുന് ഇത്ര വയസ്സായിട്ടില്ല. ഞാൻ ഓളെ കണ്ടു. എന്റെ ജീവിതത്തില് ഓള് മതി എനിക്ക്. ലോകത്ത് ഇങ്ങനെ കാണുന്നതൊക്കെ അത്ഭുതാന്ന് വിചാരിക്കണ നമ്മളാ രൂപമുണ്ടല്ലോ, അത് പോകുമ്പോഴേ നമുക്ക് അതിന്റെ വില അറിയും. നമ്മളൊപ്പം ഉണ്ടാവുമ്പോ നമ്മൾ അതൊന്നും മനസ്സിലാക്കൂല. അത് നമ്മളടുത്ത് നിന്നാണ് പോകുമ്പോ അത് നമ്മളെ വില നന്നായിട്ട് അറിയും. കുട്ടികളെയൊക്കെ നല്ലോണം സ്നേഹിച്ചോളി, കുടുംബത്തെ മുറുകെ പിടിച്ചോളി. അല്ലാതെ ആ കെരിയും കുഞ്ഞുട്ടിന്റെ മാരിക്ക് ഉള്ള നേരം പന്തളി ടെറഫ് എന്നൊക്കെ പറഞ്ഞ് ആ കഞ്ഞിപ്പീടി നോക്കാതെ ചോറ്റുപീടി നോക്കാതെ ആ പെണ്ണുങ്ങളപ്പൊ പല ഡോക്ടറെ എടുത്ത് കൊണ്ടേ നിർത്തിക്കണോ? എന്നിട്ട് ഓ പന്തളിക്കാരപ്പം നടക്കുക. അതൊന്നും ഉണ്ടായിരുത്. ജീവിതത്തിൽ നല്ല നല്ല കാലം തിരിച്ചു പിടിക്കണം, നമുക്ക് നല്ല സൗഹൃദം ഉണ്ടാവണം. അതുകൊണ്ട് അത്രയും നല്ല സ്നേഹത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകണം. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയണം, എല്ലാവർക്കും കഴിയണം, എല്ലാവർക്കും കഴിയണം. നമുക്ക് ഇനി അടുത്തല്ല കാണാം. എന്നാ പോട്ടെ. എന്നിട്ട് മാറിക്കണ്ണിയാട്ടു ഓളെ തെരഞ്ഞെടുക്കണ നേരത്താണ്. ഇതല്ല ഓള് താര സാബിന ടീച്ചറോ? ഫാത്തിമ ടീച്ചർ ഇവിടുന്ന് റിട്ടയർഡായ അറിഞ്ഞിട്ടില്ലേ? വിളിച്ചതേ. അല്ലെങ്കിൽ 2 ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ആ തറവാട്ടിലൊക്കെ ഒന്ന് വിളിച്ചാ പോരെ? ഇനി വിളിച്ചു. റിട്ടയർഡ് ആയിട്ട് 4 കൊല്ലായി. ഇനിയിപ്പോ വിളിച്ചാൽ നിൽക്കണം. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ. ഞാൻ എന്തിനരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്.
വളരെ സന്തോഷം. എല്ലാവരുടെയും സ്നേഹ സഹകരണത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതി, ഇനി വട്ടം നമ്മുടെ മുട്ടിപ്പാട്ട് മറ്റു കാര്യങ്ങളൊക്കെ നടക്കാനുള്ളത് കൊണ്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഉള്ള പരിമിതിയിൽ വെച്ചുകൊണ്ട് സഹകരിച്ച എല്ലാവർക്കും, കലന്തനാജിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എല്ലാ നല്ല കലാസ്നേഹികൾക്കും പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. ഒരു നല്ല പ്രോത്സാഹനം ഞങ്ങൾക്ക് തന്നുകൊണ്ട് സഹകരിക്കണമെന്ന് കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ടീം ALPS വേണ്ടി നന്ദി അറിയിക്കുന്നു സന്തോഷത്തോടെ. കയാലി 96ന്റെ വേദിയിലെത്തിയ മുഴുവൻ ആസ്വാദകരെയും ആനന്ദത്തിലാക്കിയ കലന്തനാജി 2K25 വളരെ വിജയകരമായി പരിസമാപ്തി കുറിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഈ വലിയ നാടകാവിഷ്കാരം തയ്യാറാക്കിയ പ്രിയപ്പെട്ട സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ റഹീം ക ആൻഡ് കുന്താണി തിയേറ്റേഴ്സിന്റെ മുഴുവൻ അംഗങ്ങൾക്കും ടീം ALPS മുണ്ടോത്ത് പറമ്പയുടെ ഹൃദയംഗമമായ നന്ദി കൃതജ്ഞതയും അറിയിക്കുന്നു. വേദിയിൽ ഇന്നത്തെ പരിപാടിയുടെ അവസാന ഐറ്റം യാക്ക എഡ്രിക്കോഡ് അവതരിപ്പിക്കുന്ന മുട്ടിപ്പാട്ട് വേദിയിൽ അരങ്ങേറുന്നു. ടീമിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടി അവസാനത്തിലേക്ക് പോകുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക് നാളെ കൃത്യം 10:30 നമ്മുടെ വണ്ടി സാധാരണ വരുന്ന പോലെ എത്തി 10:30 തന്നെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കേണ്ടതുണ്ട്. സമയബന്ധിതമായി കുട്ടികളെ എത്തിക്കണം. സമയക്രമം നമ്മൾ ബോർഡിൽ പ്രദർശിപ്പിക്കാത്ത അടിസ്ഥാനത്തിൽ നമുക്ക് നടക്കുന്നതാണ്. യാക്ക എഡ്രിക്കോഡിന്റെ പ്രിയപ്പെട്ട ഷംസു ഒമർ അവതരിപ്പിക്കുന്ന സാദിഖ് തുടങ്ങി അനുഗ്രഹീത ഗായകരാൽ അണിനിരിക്കുന്ന യാക്ക എഡ്രിക്കോഡ് അവതരിപ്പിക്കുന്ന യാക്ക മുട്ടിപ്പാട്ട് വേദിയിൽ അരങ്ങേറുന്നു. സമയം അതിക്രമിച്ചിട്ടുണ്ട്, അറിയാം. നമ്മുടെ പരിപാടിയുടെ നമുക്കറിയാം ഇന്നത്തെ ടൈം ഷെഡ്യൂൾ പരമാവധി നമ്മൾ സമയബന്ധിതമായി തീർക്കുന്ന രീതിയിൽ തന്നെയാണ് ക്രമീകരണം നടത്തിയിട്ടുള്ളത്. ലയം 25ന്റെ വേദി അതുപോലെ ഉച്ചയ്ക്ക് കുറഞ്ഞ സമയം 1.5 മണിക്കൂറോളം നമുക്ക് ലേറ്റായി. ഇത്തരത്തിലാണ് നമ്മുടെ ഈ സമയം. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ അധ്യാപകരുടെ രാഗം 25 വേദി ആ സെഷൻ തന്നെ ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ ഈ പരിപാടി ഇന്ന് നടത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നത് പരിപാടിക്ക് ഇന്ന് തന്നെ അവരുടെ അവസരം പൂർണ്ണമായി വിനിയോഗിക്കണമെന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. സമയബന്ധിത